എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു നല്ല ഓണം കൂടി ആശംസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളും ഓണത്തിൻ്റെ വൈബിലാണ് കേട്ടോ. നാട്ടിലല്ലെങ്കിൽ കൂടിയും ഓണം ചെറുതായിട്ട് ആഘോഷിക്കാമെന്ന ഒരു ആഗ്രഹത്തിലാണ് കേട്ടോ നമ്മൾ ഇരിക്കുന്നത്. അങ്ങനെ ഇതാ പിള്ളേരൊക്കെ രാവിലെ എഴുന്നേറ്റു. അങ്ങനെ പൂവ് നമ്മളൊരു മാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നലെ കൊണ്ടുവന്ന കുറച്ച് പൂക്കൾ വെച്ചിട്ട് നമ്മളൊരു മാലയൊക്കെ അങ്ങ് റെഡിയാക്കി. അപ്പോൾ പിന്നെ ഇതാ ഇങ്ങനെ കെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ 2 വാതിലിൻ്റെ സൈഡിൽ. ഇനിയിപ്പോൾ അടുത്തത് പച്ചക്കറികളൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് വെക്കണം. അങ്ങനെ കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇട്ട് അരിഞ്ഞരിഞ്ഞ് വെച്ചു. പിന്നെ എന്താ പറഞ്ഞാൽ ഇന്ന് നമുക്ക് 2 ഫാമിലിയും കൂടെ വരാനുണ്ട് കേട്ടോ വീട്ടിൽ. അപ്പോൾ അവർക്കും കൂടെ നമ്മൾ സദ്യ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഒന്ന് നമ്മുടെ നാട്ടിലുള്ള ആളാണ്, പിന്നെ ഒന്നെന്ന് വെച്ചാൽ നമ്മുടെ തൊട്ട് അയൽവാസിയാണ് കേട്ടോ. അവർ ബീഹാറുകാരാണ്. ഈ കുട്ടിയാണ് കേട്ടോ, ഈ കുട്ടിയുടെ ഫാമിലിയാണ്. അപ്പോൾ ഇതാ പിള്ളേരോട് ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ എന്നെ കുറച്ച് ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ തോരൻ വെക്കാനാണ് കേട്ടോ കാബേജ്. അപ്പോൾ പിന്നെ അവരോട് 2 പേർക്കും ഒരു ജോലി കൊടുത്തിട്ട് അങ്ങ് ഇരുത്തിയേക്കുവാണേ. അപ്പോൾ 2 പേരും അത് ഭംഗിയായിട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇതുവരെ ഞങ്ങൾ ഇങ്ങനെ ഫാമിലി കൂടി ഉണ്ടായിട്ട് ഇതുവരെ ഇങ്ങനെ എല്ലാവരുമായിട്ടുള്ള ഒരു ഓണം ആഘോഷിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലും ത്രില്ലിലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ പിള്ളേർ കാര്യമായിട്ട് ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ചെറുതായിട്ട് നമ്മൾ ഇങ്ങനെ അരിഞ്ഞിട്ട് ഒന്ന് ചെയ്യാന്നേ. അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ രാവിലെ കൈക്കൊക്കെ നല്ല പണി കിട്ടി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഒന്നും ഓർമ്മയില്ലല്ലോ, നമ്മൾ ഒരു ധൃതി പിടിച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ കൈക്കൊക്കെ കറിയൊക്കെ പറ്റി, എണ്ണയൊന്നും തടാൻ വിട്ടുപോയി. അപ്പോൾ പൂക്കളൊക്കെ ഇന്ന് റെഡിയാക്കിയത് ചേട്ടനായിരുന്നു കേട്ടോ. ചേട്ടനും പിന്നെ അപ്പുറത്തുള്ള ഒരു കുട്ടിയും കൂടെ ഉണ്ടായിരുന്നേ. ഞാൻ നേരത്തെ കാണിച്ച ആ കുഞ്ഞിൻ്റെ ചേച്ചി. അപ്പോൾ അവരൊക്കെ എല്ലാവരും കൂടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു എന്താ പറയുക ഡെക്കറേഷൻ മൊത്തം ചേട്ടൻ അങ്ങ് ഏറ്റെടുത്തു. കാരണം ഞാൻ കിച്ചണിലോട്ടായേ. അങ്ങനെയുള്ള പൂക്കളൊക്കെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഒടുവിൽ നമ്മുടെ സദ്യയൊക്കെ റെഡിയായി. എല്ലാ വീഡിയോസൊന്നും എനിക്ക് അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ലേ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കറണ്ടിൻ്റെയൊക്കെ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. അതുകൊണ്ട് പിന്നെ അങ്ങനെ ഇതാ നമ്മുടെ ഒരു എന്താ പറയുക ആൾക്കാരൊക്കെ വന്നു ഇലയിട്ടിട്ട് ഉണ്ണുവാണേ. അപ്പോൾ ഇവർക്കെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവർക്ക് നമ്മളെ ഫുഡൊക്കെ കഴിക്കുമെന്ന്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഓരോരോ കറികൾ ഞാൻ വെക്കുമ്പോൾ അവർക്കൊരു പങ്ക് കൊടുക്കുന്നതുകൊണ്ട് അവർക്ക് എൻ്റെ കറികളൊക്കെ അങ്ങനെ പിടിക്കാത്തൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഒരുപാട് കൂട്ടങ്ങൾ കറികൾ ഉണ്ടാക്കി, പായസം ഉണ്ടാക്കി. അങ്ങനെ എല്ലാവരും ഭയങ്കര ഹാപ്പിയായി കേട്ടോ. ഇന്ന് നമ്മൾ ഇങ്ങനെ ഒരു ഇത് മനസ്സിലുണ്ടായി. അത് ഇപ്പോഴാണ് കേട്ടോ യാഥാർത്ഥ്യമായത്. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, കൂട്ടുകറി, അവിയൽ, പിന്നെ നമ്മുടെ കാബേജ് തോരൻ, പിന്നെയെന്ന് വെച്ചാൽ ഒരു പച്ചടി, ബീട്രൂട്ട് പച്ചടി, പഴം, പപ്പടം, പായസം, അച്ചാർ. ഇതൊക്കെയാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കിയിട്ടുള്ള സദ്യയിലെ താരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ സാലഡും ഉണ്ടായിരുന്നു. അപ്പം നമ്മളും കൂടെ ഇരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഇല വെച്ചു. അങ്ങനെ എനിക്ക് ചേച്ചി ഞങ്ങളുടെ മലയാളി ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ അവർ വിളമ്പി തരുവാണ്. അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ നമ്മൾ. പിന്നെ നമ്മുടെ ഉപ്പേരി ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂടി ഒരു വയറ് നിറയെ ഒരു പിടി പിടിച്ചു കേട്ടോ. പിള്ളേർ സഹായിക്കുന്നുണ്ടേ നമ്മുടെ കൂടെ. കണ്ടോ വെള്ളമൊക്കെ ഒഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഇലയൊക്കെ നമുക്ക് വേറൊരാൾ കൊണ്ടുവന്നു വന്നു. അങ്ങനെ നമ്മൾ ഇലയൊക്കെ വെച്ച് നല്ലൊരു ഊണ് എല്ലാവരും കൂടി സന്തോഷത്തിൽ ഇന്ന് കഴിച്ചു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ നമ്മുടെ സദ്യക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും ചെയ്യാൻ മറക്കല്ലേ.